കേരളത്തിലാദ്യമായി സീപ്ലെയിൻ ആരംഭിച്ചത് UDF ആണെന്നും എന്നിട്ട് അത് CPIM പിന്തുണയോടെ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്ത് പൂട്ടിച്ചത്രേ. ഇങ്ങനെ നുണ പറയാൻ നാണമില്ലേ കേരള മാപ്രകൾക്ക്? നാണമില്ല എന്നറിയാം, എന്നാലും ലേശം ഒളുപ്പ്. പറയുന്നതിൽ പാതി ശരിയാണ്. കേരളത്തിൽ ആദ്യത്തെ സീപ്ലെയിൻ പദ്ധതി 2013 ഉമ്മൻചാണ്ടിയാണ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് നടന്നത് പരീക്ഷണ പറക്കലായിരുന്നു. അതാണ് മാപ്രകളെ നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ പദ്ധതിക്ക് തുടക്കമിട്ടവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് നൽകണ്ടേ? മിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അടുത്ത് ജലാശയങ്ങൾ ലഭ്യമായതിനാൽ അത് ഉപയോഗപ്പെടുത്തി ജലവിമാന സർവീസുകൾ ആരംഭിക്കുവാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ജലവിമാന സർവീസുകൾ ആരംഭിക്കണമെന്ന കാര്യം ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് അന്ന് കോട്ടയം MLA ആയിരുന്ന ഇന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവനായിരുന്നു. 2010 മാർച്ച് 9 ടൂറിസം മേഖലയുടെ വികസനത്തിനായി സീപ്ലെയിൻ എന്ന ആശയം സഭയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നിർദ്ദിഷ്ട പദ്ധതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനും സീപ്ലെയിൻ ഹൈഡ്രോപ്ലെയിൻ ടാക്സി സർവീസ് നടത്തുന്നത് സംബന്ധിച്ച സാധ്യത പഠനം നടത്തുന്നതിനും അതിനാവശ്യമായ ഒരു ഏജൻസിയെ കണ്ടെത്തുന്നതിനുമുള്ള നിർദ്ദേശം KTDCക്ക് നൽകുമെന്ന് സഭയിൽ ഉറപ്പ് നൽകിയിരുന്നു. അതനുസരിച്ച് പഠനങ്ങളിലേക്കും സർക്കാർ നീങ്ങിയിരുന്നു. അന്ന് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച G കാർത്തികേയൻ ഈ ആശയത്തെ തന്നെ എതിർത്ത് സംസാരിച്ചതും പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചതും സഭാരേഖയിലുണ്ട്. അന്ന് സാധ്യതാ പഠനം നടത്താൻ പോലും അവർ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ടൂറിസം മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇത് സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സാധ്യതാ പഠനം നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ പഠനത്തിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി പരീക്ഷണ പറക്കൽ നടത്തിയത്. ആ പരീക്ഷണ പറക്കലിന് ശേഷം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് പദ്ധതി ആരംഭിക്കാൻ സാധിക്കുക. അങ്ങനെ കേരളത്തിൽ അഷ്ടമുടി, കുമരകം, വേമ്പനാട്, ബേക്കൽ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സീപ്ലെയിൻ ആരംഭിക്കാനാകുമെന്ന് അന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനിടയിൽ സമരങ്ങൾ ഉണ്ടായി എന്നത് വസ്തുതയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകളെല്ലാം പരിഹരിച്ചുവെന്ന് പറഞ്ഞതും സീപ്ലെയിൻ ആരംഭിക്കുമെന്ന് പറഞ്ഞതും അന്നത്തെ ടൂറിസം മന്ത്രി അനിൽകുമാറാണ്. 2013 പരീക്ഷണ പറക്കലിനും മത്സ്യത്തൊഴിലാളി സമരങ്ങൾക്കും ശേഷം 2014 സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് UDF സർക്കാരാണ്. അതായത് സമരങ്ങൾ അവസാനിച്ചു എന്നല്ലേ മന്ത്രി പറഞ്ഞതിൻ്റെ സാരം? അതുമാത്രമല്ല, വിമാന നിരക്കും വന്നു. മണിക്കൂറിന് 6000 രൂപയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് UDF സർക്കാരാണ്. ആദ്യത്തെ സീപ്ലെയിൻ അനുമതി ലഭിച്ചത് കൈരളി ഏവിയേഷനാണ്. എന്നിട്ടും എന്തേ കേരളത്തിൽ സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കാൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം മാപ്രകൾ തിരക്കിയോ? ചാനലുകൾക്ക് മുന്നിലെ കവലപ്രസംഗം നടത്തിയതല്ലാതെ ഒരു കാര്യവും ആ സർക്കാർ ചെയ്തില്ല എന്നതാണ് സത്യം. കൈരളി ഏവിയേഷന് ശേഷം ഭാരത് ഏവിയേഷൻ, മൊഹായ്, പവൻ ഹാൻഡ്സ്, വിങ്സ് ഏവിയേഷൻ എന്നിങ്ങനെ നിരവധി കമ്പനികൾ കേരളത്തിലേക്ക് വന്നു. ഒരൊറ്റ കമ്പനിക്ക് പോലും സർക്കാർ അനുമതി നൽകിയില്ല. എന്തേ വികസന നായകൻ ഉമ്മൻചാണ്ടിക്ക് ഒപ്പിടാൻ കൈപൊന്തിയില്ലേ? ഭരണത്തിൻ്റെ നിഷ്ക്രിയത്വം കാരണം 2013 ആരംഭിക്കേണ്ട സീപ്ലെയിൻ പദ്ധതി അട്ടിമറിച്ച സർക്കാരിൻ്റെ പേരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഏവിയേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ആ പദ്ധതി നടപ്പിലാക്കാൻ ഒരു ശ്രമവും UDF സർക്കാർ നടത്തിയിട്ടില്ല. അതിൻ്റെ പരിണിതഫലമായി അന്ന് കേരളത്തിലെത്തിയ കൈരളി ഏവിയേഷൻ എന്ന കമ്പനിയുടെ സീപ്ലെയിൻ വർഷങ്ങളോളം കൊച്ചി വിമാനത്താവളത്തിൽ തുരുമ്പെടുത്ത് കിടന്നു. UDF ഭരണകൂടത്തിൻ്റെ കെടുകാര്യസ്ഥതയുടെ അടയാളമായിരുന്നു അത്. ഇനി സമരത്തിൻ്റെ കാര്യം. ആ സമരത്തിൽ AK ആൻ്റണിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് മാപ്രകൾ തിരക്കിയാൽ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. AK ആൻ്റണി ഉമ്മൻചാണ്ടി പോരിൻ്റെ ഭാഗമായി പണി ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു എന്നതായിരുന്നു സത്യം.